ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. ആ സഖാവ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരും. ആ സഖാവിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള CPM-ന്റെ കേന്ദ്രീയ കമ്മിറ്റി അംഗം സഖാവ് AK ബാലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാലേട്ടനെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് MB രാജേഷിന് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു ഏതാനും സമയത്തിനകം മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരും. ആ സഖാവിന് സ്വാഗതം ആശംസിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് NN കൃഷ്ണദാസ് ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ആ സഖാവിന് സ്വാഗതം ആശംസിക്കുന്നു. CPI-യുടെ നേതാക്കളായിട്ടുള്ള സഖാവ് വിർജിയൻ കുരിശ്ശേരി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സഖാവിന് സ്വാഗതം ആശംസിക്കുന്നു. NCP-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ A രാമസ്വാമി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. JDS-ന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KR ഗോപിനാഥ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. RJD-യുടെ നേതാവ് K ബഷീർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് നൈസ് മാത്യു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. കോൺഗ്രസ് എസിന്റെ നേതാവ് R ശിവപ്രകാശ്, കേരള കോൺഗ്രസ് B-യുടെ നേതാവ് ശ്രീ വിശ്വനാഥൻ, കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഉബൈദു തുടങ്ങിയ അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ A പ്രഭാകരൻ MLA എത്തിയിട്ടുണ്ട്. ആ സഖാവിന് സ്വാഗതം ആശംസിക്കുകയാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് TK നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി DC അംഗവുമായിട്ടുള്ള ശ്രീ ബിനുമോൾ, പാർട്ടി കേരള കോൺഗ്രസ് B-യുടെ M-ന്റെ നേതാവ് അഡ്വക്കേറ്റ് കുശലകുമാർ, മറ്റ് തുടങ്ങിയ സുമലത മോഹൻദാസിന്റെ CPI-യുടെ നേതാവ് KC ജയപാലൻ ഉണ്ട്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ പേര് പറയാൻ വിട്ടുപോയിട്ടുള്ളവരുൾപ്പെടെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെയും LDF-ന്റെ പാലക്കാട് അസംബ്ലി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള മുരളി K താരേക്കാടിനെ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട സഖാവ് MB രാജേഷിനെ ക്ഷണിക്കുന്നു. ഇവിടെ ഈ സ്റ്റേജിൻ്റെ പിന്നിൽ ഒരുപാട് പേര് നിൽക്കുന്നു കാണുന്നുണ്ട്. അവരെ മനസ്സിലാക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി ഇങ്ങോട്ട് നോക്കിയിട്ടാണ് പ്രസംഗിക്കുക, അങ്ങോട്ട് നോക്കിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങോട്ട് മാറണം. ഈ പൊതുയോഗത്തിന് വന്നവരാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് നീങ്ങണം. ഇവിടെ കസേരകളുണ്ട്, അവിടേക്ക് ഇരിക്കണം. ഈ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ബാധകമാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ കുറച്ച് പേരെ നിർത്തിയിട്ടുണ്ട്. ബാക്കി ആരും സ്വന്തം നിലയിൽ അവിടെ നിൽക്കണ്ട. പൊതുയോഗത്തിന് വന്നവരാണെങ്കിൽ ഇങ്ങോട്ട് മാറണം. പലതവണ നൌഷാദും കൃഷ്ണൻകുട്ടിയൊക്കെ പറഞ്ഞതാണല്ലോ. ആ തൊപ്പി വെച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ബാധകമാണ് ഈ പറഞ്ഞത്. ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, മുഖ്യമന്ത്രി ഇങ്ങോട്ട് നോക്കിയാണ് പ്രസംഗിക്കുന്നത്. ഇങ്ങോട്ട് മാറണം. അവിടെ നിങ്ങളോട് തന്നെ പറയുന്നത്, ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം. ഇവിടെ സ്ഥലമുണ്ട്, കസേരയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ചുകൂടി ഇങ്ങനെ വൈമനസ്യം കാണിക്കണ്ട, കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങാം. ആ
കൊപ്പത്തുകാരാണെന്നാണ് പറയണത്. ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ കൊപ്പത്തുകാരിങ്ങോട്ട് നീങ്ങി നിൽക്കാണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വന്ന എല്ലാവരും മുമ്പിലേക്ക് വരണം. ശരി. അധ്യക്ഷൻ സഖാവ് മുരളി, വേദിയിലുള്ള CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, മതനിരപേക്ഷ കേരളത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത അമരക്കാരൻ സഖാവ് പിണറായി അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം മണ്ണാർക്കാട്ട് നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് നടന്ന 17 പൊതുതെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായൊരു പൊതുതെരഞ്ഞെടുപ്പാണ്. ഇതിനു മുമ്പ് നടന്ന 17 പൊതുതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഒരു ഗവൺമെന്റിനെയാണ്. എന്നാൽ 18ാമത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ 3/4 നൂറ്റാണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏതിന്ത്യ വേണം എന്നതാണ്. ഒരു ഗവൺമെന്റിനെ അല്ല നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, ഏതിന്ത്യ വേണം എന്ന തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയെ അത്രമേൽ RSSും BJPയും മാറ്റിത്തീർത്തിട്ടുണ്ട്. മോദിയുടെ ഭരണകൂടം അത്രത്തോളം ഇന്ത്യയെ മാറ്റിമറിച്ചിട്ടുണ്ട്. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പകുതിയിലധികം പണി അവർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമതൊരിക്കൽ കൂടി തങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് മുഴുവനാക്കും, ഇന്ത്യയെ പൂർണ്ണമായി ഒരു മതരാഷ്ട്രമാക്കി മാറ്റുമെന്ന് മറയില്ലാതെ, കൂസലില്ലാതെ ഇപ്പോൾ അവർ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മോദി പാർലമെന്റിൽ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് 3-ാം ഊഴത്തിൽ 1000 വർഷത്തേക്കുള്ള പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ്. അത് ഈ രാജ്യത്തിന് നേരെയുള്ള ഒരു ഭീഷണിയാണ്. 150 കോടി ഇന്ത്യക്കാർക്ക് നേരെയുള്ള ഒരു ഭീഷണിയാണ്. 1000 വർഷത്തേക്കുള്ള ഒരു പദ്ധതി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു എന്ന്. എന്താണ് ആ പദ്ധതി? ആ പദ്ധതി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തുകൊണ്ട് ഉള്ള നടപടി. ഏതാനും ദിവസം മുമ്പാണ് പൗരത്വ നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വർഗീയമായ വിഭജനം ഉണ്ടാക്കാൻ, എല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റുകയാണ്. പൗരത്വം പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇതാ മതത്തിന്റെ അടിസ്ഥാനത്തിലാവുന്നു. എവിടെയാണ് പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലായി മാറിയിട്ടുള്ളത്? മതരാഷ്ട്രങ്ങളിൽ മാത്രമാണ്. ലോകത്തെ ഒരു മതനിരപേക്ഷ രാജ്യത്തിലും ഒരു വികസിത രാജ്യത്തിലും പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എല്ലാ വികസിത രാജ്യങ്ങളിലും എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും മതം പൗരത്വത്തിന് ഒരു മാനദണ്ഡമേ അല്ല. അപ്പോൾ ഇന്ത്യ പിന്നിലേക്ക് നടക്കുകയാണ്. അതാരുടെ അജണ്ടയാണ്? RSSന്റെ അജണ്ടയാണ്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന RSS അജണ്ട കഴിഞ്ഞ 10 വർഷമായി മോദി ഗവൺമെന്റ് നടപ്പാക്കുന്നു. ഒരിക്കൽ കൂടി മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അതിനർത്ഥം മതനിരപേക്ഷ ഇന്ത്യ എന്നേക്കുമായി കൈവിട്ടു പോവുക എന്നതാണ്. അതിനർത്ഥം ഈ കേരളം, ഇന്ന് ഇന്ത്യയിൽ മനുഷ്യർക്ക് സമാധാനമായി സ്വൈരമായി ജീവിക്കാൻ കഴിയുന്ന ഏക ഇടം ഈ കേരളം കൂടി RSSന്റെ സ്വാധീനത്തിലേക്ക് എത്താൻ ഇടവരിക എന്നതാണ്. അപ്പൊ ഇത് മതനിരപേക്ഷ ഇന്ത്യയെ സംരക്ഷിക്കാൻ
മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ കഴിയണമെങ്കിൽ BJP ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്നിറക്കണം. മോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്നിറക്കണം. മോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്നിറക്കിയാലേ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ കഴിയൂ. മോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് ശക്തമായ അംഗബലം പാർലമെന്റിൽ ഉണ്ടാവണം. 2004 കാര്യം നമ്മളെല്ലാം ഓർമ്മിക്കുന്നത് നല്ലതാണ്. 2004 എങ്ങനെയാണ് BJPയുടെ ഗവൺമെന്റിനെ, വാജ്പേയിയുടെ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിയത്? എല്ലാ പ്രവചനങ്ങളും വാജ്പേയി വീണ്ടും അധികാരത്തിലെത്തുമെന്നായിരുന്നല്ലോ. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു ഫലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വന്നു. കൂടുതൽ സീറ്റ് BJPക്കാണ്, പക്ഷെ ആർക്കും ഭൂരിപക്ഷമില്ല. പക്ഷെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന അംഗസംഖ്യ അന്ന് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ആ ഇടതുപക്ഷത്തിന്റെ അംഗബലത്തിന്റെ കരുത്തിലാണ് മതനിരപേക്ഷ ശക്തികളെയാകെ, എല്ലാ മതനിരപേക്ഷ പാർട്ടികളെയും ഒരു മാലയിൽ കോർത്തിണക്കുന്നത് പോലെ കോർത്തിണക്കി ഒന്നാം UPA ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയത്. അതിലെ നേതൃത്വപരമായ പങ്ക് ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. ഇടതുപക്ഷം പറഞ്ഞു ഒരു പൊതു മിനിമം പരിപാടി വേണം. ആ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ വാജ്പേയി ഗവൺമെന്റിനെ പുറത്താക്കി ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. 2014 ഇടതുപക്ഷമില്ലാത്ത രണ്ടാം UPA ഗവൺമെന്റ് നടത്തിയ അഴിമതിയും കൊള്ളയും BJPക്ക് അനുകൂലമായ സാഹചര്യം രാജ്യമാകെ സൃഷ്ടിച്ചു. ഇടതുപക്ഷമില്ലാത്ത രണ്ടാം UPA ഗവൺമെന്റിന്റെ ദുർഭരണം അത് BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു. 2014 അവരധികാരത്തിൽ വരാൻ ഇടയായത് ഇടതുപക്ഷത്തിന് ഏറ്റവും സീറ്റ് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. നമ്മൾ ഓർക്കണം, 2004 ഇടതുപക്ഷത്തിന്റെ അംഗബലം ഗണ്യമായി വർദ്ധിച്ചപ്പോൾ BJPയെ നമുക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ കഴിഞ്ഞു. 2014 ഇടതുപക്ഷത്തിന്റെ അംഗബലം ഏറ്റവും കുറഞ്ഞ നിലയിലെത്തിയപ്പോൾ BJP അധികാരത്തിലേക്ക് എത്തി. 10 വർഷത്തിന് ശേഷം 2024 നാം എത്തി നിൽക്കുമ്പോൾ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരണമെങ്കിൽ അതിന്റെ കാതൽ ആരാണ്? ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന് അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ കാതൽ ഇടതുപക്ഷമാണ്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഞങ്ങൾ മാത്രം അവകാശപ്പെടുന്നതല്ല. ഇടതുപക്ഷക്കാരല്ലാത്തവർ പോലും ചിന്തിക്കുന്നവരുന്നത് ചൂണ്ടിക്കാണിക്കുന്നു. യോഗേന്ദ്ര യാദവ്, അദ്ദേഹം ഇന്ത്യയിലെ വലിയ ചിന്തകനും ആക്ടിവിസ്റ്റും ഒക്കെയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് കൊടുത്ത ഏറ്റവും പുതിയ ആഴ്ചപ്പതിപ്പിലെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മാർക്സിസ്റ്റുകാരനല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. എന്നാൽ ഇടതുപക്ഷത്തിന് ഇന്ത്യയിലുള്ള പങ്ക് വളരെ വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ കാതൽ ഇടതുപക്ഷമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഇടതുപക്ഷത്തിനാണ് നിലപാടുള്ളത്. രാജ്യത്തെ ബാധിക്കുന്ന നിർണായക പ്രശ്നങ്ങളിൽ ശരിയായ നിലപാട്, സംശയമില്ലാത്ത നിലപാട്, തെളിച്ചമുള്ള നയം, അത് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനേയുള്ളൂ. ആ നയത്തിന്റെയും നിലപാടിന്റെയും പേരിലാണ് ഇടതുപക്ഷം മതനിരപേക്ഷ ശക്തികളെയെല്ലാം ഒരുമിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നത്. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? എന്താണ് കോൺഗ്രസിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയുടെ കാരണം? നിലപാടില്ല എന്നതാണ്, നയമില്ല എന്നതാണ്. ഏത് കാര്യത്തിലാണ് കോൺഗ്രസിന് നിലപാടോ നയമോ ഉള്ളത്? ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഏത് പ്രശ്നത്തിലാണ് കോൺഗ്രസ് ഇടപെട്ടിട്ടുള്ളത്? ഏത് സമരമുഖത്താണ് നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? കൃഷിക്കാരുടെ സമരം നടന്നു, 700 ദിവസത്തിലേറെ സമരം നടന്നു, 700-ലേറെ പേർ രക്തസാക്ഷികളായി. ആ സമരമുഖത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവിനെ, കോൺഗ്രസിന്റെ ഒരു പതാകയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഐതിഹാസികമായ കർഷക പ്രക്ഷോഭത്തിൽ പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുന്നതിനെതിരെ ഉജ്ജ്വലമായ സമരം രാജ്യമാകെ അലയടിച്ചുയർന്നു. ആ സമരമുഖത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കോൺഗ്രസിനെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയുമോ? കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു കോൺഗ്രസ് പതാക നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏത് സമരമുഖത്താണ് കോൺഗ്രസ് ഉള്ളത്? ദാ ഇപ്പോ ഇവിടെ ഒരു ഫോട്ടോ പ്രദർശനം നടക്കുന്നുണ്ടല്ലോ.
രാജ്യരക്ഷാ പൊതുമേഖലാ സ്ഥാപനമായ ബെമലിനെ സംരക്ഷിക്കാൻ 1200 ദിവസത്തിലധികമായി നടക്കുന്ന ഒരു പോരാട്ടത്തിന്റെ മുഹൂർത്തങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുള്ള ആ ഫോട്ടോ പ്രദർശനത്തിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് കാണാനാവുമോ? എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്? എന്ത് നയമാണ് കോൺഗ്രസിനുള്ളത്? ആ നയമില്ലായ്മ കൊണ്ടാണ്, നിലപാടില്ലായ്മ കൊണ്ടാണ്. കോൺഗ്രസിന് ഒറ്റൊന്നേ ഉള്ളൂ, അധികാരത്തോടുള്ള ആർത്തി. എങ്ങനെയും അധികാരം കിട്ടുക, അതിനേത് നയവും സൗകര്യം പോലെ വളച്ചൊടിക്കും, ഏത് നിലപാടിലും വെള്ളം ചേർക്കും, ഏത് നിലപാടും പണയപ്പെടുത്തും, സ്വന്തം കൊടി പോലും പണയപ്പെടുത്തും. അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ, അല്ലേ? അധികാരം കിട്ടണം, വോട്ട് കിട്ടണം, അതിന് കൊടി മടക്കി കക്ഷത്ത് വെക്കണമെങ്കിൽ അതിനും തയ്യാർ എന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തെളിയിച്ചത്. സ്വന്തം കൊടി പോലും പുറത്ത് കാണിക്കാൻ ധൈര്യമില്ലാത്ത, ഘടകകക്ഷിയുടെ കൊടി പോലും പുറത്ത് കാണിക്കരുത് BJP-യെ പേടിച്ച് എന്ന് പറയുന്ന കോൺഗ്രസിന് BJP-ക്കെതിരായിട്ട് എന്ത് പോരാട്ടം നടത്താൻ കഴിയുമെന്നാണ്? കഴിഞ്ഞ 10 കൊല്ലം എന്ത് പോരാട്ടമാണ് കോൺഗ്രസ് നടത്തിയത്? അതാ ഞാൻ പറഞ്ഞത്, BJP-ക്കെതിരായി കഴിഞ്ഞ 10 കൊല്ലം നടന്ന സമരങ്ങളിലെല്ലാം ഉയർന്നു കണ്ടിട്ടുള്ള ഒരു പതാകയുണ്ടെങ്കിൽ ആ പതാക ചെമ്പതാകയാണ് എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. അത് കർഷകരുടെ സമരമുഖങ്ങളിൽ, വിദ്യാർത്ഥികളുടെ സമരമുഖങ്ങളിൽ, അംഗൻവാടി ജീവനക്കാരുടെ സമരമുഖങ്ങളിൽ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ സമരമുഖങ്ങളിൽ, എവിടെയെല്ലാം മോദി ഗവൺമെന്റിനെതിരായി മുഷ്ടി ചുരുട്ടി ആളുകൾ തെരുവിലിറങ്ങിയിട്ടുണ്ടോ ആ ആളുകളുടെ കയ്യിൽ നിസ്സംശയമായും ഒരു ചുവന്ന പതാകയുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. നേർക്കുനേരെ. അത് മാത്രമാണോ? ന്യൂനപക്ഷത്തിന് നേരെ സംഘപരിവാർ മോദി ഭരണത്തിന്റെ തണലിൽ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങളെ ആരാണ് ചെറുത്തു നിന്നിട്ടുള്ളത്? ആരാണ് അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഉണ്ടായിട്ടുള്ളത്? കർഷകരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ആരാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉത്തരേന്ത്യയിൽ, UP-യിൽ, മധ്യപ്രദേശിൽ, ഡൽഹിയിലെല്ലാം ബുൾഡോസറുകൾ ഉരുണ്ടു വരികയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ ആളുകളുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയാണ് ബുൾഡോസറുകൾ. BJP ഭരണത്തിന് കീഴിൽ ചോദിക്കില്ല, പറയില്ല, നോട്ടീസ് കൊടുക്കില്ല. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ബുൾഡോസർ ഉരുണ്ടു വരുന്നു, വീടുകൾ ഇടിച്ചു നിരത്തുന്നു. ഇന്ത്യയിൽ ഇതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ച കാണുകയല്ലേ? ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി അറിയപ്പെടുന്നത് തന്നെ യോഗി ആദിത്യനാഥിന്റെ ചെല്ലപ്പേര് തന്നെ ബുൾഡോസർ ബാബ എന്നാണ്. മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കോൺഗ്രസിനെ കണ്ടിട്ടുണ്ടോ? ഡൽഹിയിൽ ഇന്ദിരാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം താമസിക്കുന്ന, രാഹുൽ ഗാന്ധിയുള്ള ഡൽഹിയിൽ ഇതുപോലെ ബുൾഡോസറുകൾ ഉരുണ്ടു വന്നപ്പോൾ ആ ഉരുണ്ടു വരുന്ന ബുൾഡോസറിന്റെ മുമ്പിൽ കയറി നിന്ന് കൈ ഉയർത്തി അരുത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരുണ്ട്. വൃന്ദ കാരാട്ട് എന്നാണ് അവരുടെ പേര്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ സമരമുഖത്ത് ഷഹീൻബാഗിൽ ആ സമരക്കാരോടൊപ്പം ചെന്ന് പോലീസിന്റെ അറസ്റ്റിനിരയായ വേറൊരു വനിതയുടെ പേര് ആനി രാജ എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഇപ്പൊ വയനാട്ടിൽ മത്സരിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടത്തിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ള ആളുകൾ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും D രാജയും ഒക്കെയാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷത്തിന്റെ നേതാക്കളാണ്. ബിൽക്കീസ് ബാനുവിനെ കൂട്ടമാനഭംഗം ചെയ്ത സമയത്ത് കുടുംബത്തിലെ 11 പേരെ, 11 സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടമാനഭംഗത്തിനിരയാക്കി കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതികളെ മോദി ഗവൺമെന്റ് ശിക്ഷ ഇളവ് നൽകി വിട്ടയച്ചപ്പോൾ അതിനെതിരായി നീതിക്ക് വേണ്ടി സുപ്രീം കോടതി വരെ പോയി പോരാട്ടം നടത്തിയത്, ആ പ്രതികളെ വീണ്ടും ജയിലിലടയ്ക്കാൻ നേതൃത്വം കൊടുത്തത് സുഭാഷിണി അലി എന്ന CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്.
സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മതനിരപേക്ഷ കേരളത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമരക്കാരൻ, RSS അജണ്ടയ്ക്ക് മുമ്പിൽ ഈ കേരളം തലകുനിക്കില്ല എന്ന ആത്മാഭിമാനത്തോടെ പ്രഖ്യാപിച്ച കേരളത്തിന്റെ നായകൻ സഖാവ് പിണറായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ക്ഷണിക്കുന്നു. ഈ വെളിച്ചം ഒന്ന് ചുരുക്കണം. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ജനങ്ങൾക്കാകെ ബോധ്യപ്പെട്ട ഒരു ഘട്ടമാണ്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് രാജ്യത്തെ ജനങ്ങൾക്കാകെ ഉണ്ടായിട്ടുണ്ട്. കാരണം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ് ഇവിടെ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ രാഷ്ട്രരക്ഷയ്ക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക, അതിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനാകൂ എന്നത് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞതാണ്. അത് രാജ്യത്താകെ ഒരു രാഷ്ട്ര സംരക്ഷണം എന്ന തരത്തിലുള്ള വികാരം ഉയർന്നു വന്നതോടെ ഇവിടെ യഥാർത്ഥ നില മനസ്സിലാക്കാൻ BJPക്കും കഴിയുന്നു എന്നതാണ് വന്നു ചേർന്നിട്ടൊരു പ്രത്യേകത. BJP ആദ്യം വലിയ അവകാശവാദമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങിയത്. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം ഓരോ സംസ്ഥാനത്തിലും ഉയർന്നു വന്നിട്ടുള്ള
BJP വിരുദ്ധ വികാരം, അതിലൂടെ എന്താണ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അവബോധം എല്ലാവർക്കും ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിലായി പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിയുന്നത് നാം കേൾക്കുകയുണ്ടായി. എന്നാൽ 2014 BJP നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. 2019 BJP നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. അവയെല്ലാം ഇന്നെവിടെ എന്നത് ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കർഷകരെ വലിയ കർഷക പ്രേമം നടിച്ചുകൊണ്ടായിരുന്നു BJP ഗവൺമെൻറ് BJP 2014 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചിരുന്നു. കർഷകർക്ക് നല്ല രീതിയിൽ രക്ഷ നൽകും എന്നാണ് BJP അവകാശപ്പെട്ടത്. അതിലേറ്റവും പ്രധാനമായിരുന്നു താങ്ങുവില. അപ്പോഴാണെങ്കിൽ സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് കർഷകരെ എങ്ങനെ രക്ഷിച്ചെടുക്കാം, അതിന് കാർഷിക വിളകൾക്ക് താങ്ങുവില എത്രമാത്രം ഉപകാരപ്പെടും, ഇതെല്ലാം ആ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു. 2014 മുതൽ 19 വരെ, 19 മുതൽ 24 വരെ ഇങ്ങനെ 2 ഘട്ടങ്ങളിലായി 10 വർഷം അധികാരത്തിലിരുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആ ഭാഗം മാത്രം തിരിഞ്ഞു നോക്കിയില്ല. കർഷകർ വലിയ വിഷമത്തിലായി. കർഷകരെ പ്രയാസത്തിലാക്കുന്ന നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് കർഷകരുടെ ഭാഗത്ത് ഉയർന്നു വന്നു. അതിനെ വിവിധ മാർഗേന നേരിടാനുള്ള ശ്രമം BJP ഗവൺമെൻറ് നടത്തുകയുണ്ടായി. പക്ഷേ അവസാനം കർഷക പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ ഗവൺമെൻറ്റിന് മുട്ടുകുത്തേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴും കർഷകർക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കാൻ ഗവൺമെൻറ് സന്നദ്ധമായിട്ടില്ല. വാഗ്ദാനങ്ങളുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരെ എത്തിക്കുമെന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. അതെവിടെയായി എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജ്യത്തിൻ്റെ ദാരിദ്ര്യം വർദ്ധിച്ചു വന്നു എന്നതാണ് നമ്മുടെ
അനുഭവം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനങ്ങളായി നൽകുമ്പോൾ പാലക്കാടെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതേവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലക്ക് ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നമായി കാണാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ കോച്ച് ഫാക്ടറിയുടെ കാര്യം. അത് ദീർഘകാലത്തെ പഴക്കമുള്ള ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. തറക്കല്ലിട്ടിട്ട് തന്നെ ഒരു വ്യാഴവട്ടം കഴിഞ്ഞു. ഇതേവരെ ഒരനക്കവും ആ കാര്യത്തിലുണ്ടായില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെയുള്ള ഇടതുപക്ഷ എംപിമാർ നിരന്തരം ശ്രമം നടത്തിയ അനുഭവങ്ങൾ നമുക്ക് ഉള്ളതാണ്. ഏറ്റവും ഒടുവിൽ സഖാവ് എം പി രാജേഷ് വെച്ച നിർദ്ദേശം അത് അംഗീകരിച്ച് നടപ്പാക്കുമെന്ന നില അന്ന് സ്വീകരിച്ചെങ്കിലും പിന്നീട് ആ ഭാഗത്തേക്ക് ഒരനക്കവും ഉണ്ടായില്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പൂർണ്ണമായി ആ രംഗം അവഗണിക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിലുള്ള നാടിൻ്റെ ഏറ്റവും വലിയൊരു വികസന സംരംഭം, അതിനാണ് ഇവിടെ ഒരു നടപടിയും സ്വീകരിക്കാതെ മോദിയുടെ ഗവൺമെൻറ് നിലപാടെടുത്തത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യത്തിലാണ് നമ്മുടെ കേരളത്തിൽ ഈ ഗവൺമെൻറ് നാടിനനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ പുറപ്പെട്ടാൽ ആശ്ചര്യപ്പെട്ടു പോകുന്ന നിലയാണ് കാണാൻ കഴിയുക. ഇവിടെ എല്ലാ കാര്യങ്ങളിലും നിഷേധപരമായ സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊണ്ടത് എന്നതാണ് വസ്തുത. നേരത്തെ കോച്ച് ഫാക്ടറിയുടെ കാര്യം ഗവൺമെൻറ് ഉടമയിൽ നടക്കാതിരിക്കുമ്പോഴാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്താൻ പറ്റുമോ എന്ന നിർദ്ദേശം കൊണ്ടുവന്നത്. അതും പിന്നീട് പ്രാവർത്തികമായില്ല. അപ്പോൾ നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം തുടർന്ന് BJPയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നതായിട്ടാണ് കാണാൻ നമുക്ക് കഴിയുക. ഇപ്പോൾ ഇത്തരമൊരു കോച്ച് ഫാക്ടറിയെ ആവശ്യമില്ല എന്ന നിലപാടെടുക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നത് ഒരു വൈപരീത്യം തന്നെയാണ്. അത്തരം ഒരു സംരംഭം ആവശ്യമില്ല എന്ന് പറയുന്നവരും പാലക്കാടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നു എന്നതും ആശ്ചര്യകരമായ കാര്യം തന്നെയാണ്. ഇവിടെ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനം തുടങ്ങുന്നതാണ് നല്ലത് എന്ന് പറയാൻ വരെ നമ്മുടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രധാനികൾ
തയ്യാറാകുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇവിടെ 2012 ഈ കോച്ച് ഫാക്ടറിക്കുള്ള തറക്കല്ലിടൽ നടന്നത്. നാം കാണേണ്ടത് ഇതിനോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങൾ, ഒന്ന് റായ്ബറേലിയാണ്, മറ്റൊന്ന് ബംഗാളിലെ കാഞ്ചപ്രയാണ്, വേറൊന്ന് ഹരിയാനയിലെ സോനിപ്പത്താണ്. ഇവിടങ്ങളിലെല്ലാം കോച്ച് ഫാക്ടറി വന്നു കഴിഞ്ഞു, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന് മാത്രമാണ് ഇത്തരത്തിലൊരു അവഗണന ഉണ്ടായത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോച്ച് ഫാക്ടറി വേണം എന്നെങ്കിലും പറയാൻ പറ്റുന്നവരായിരിക്കണം ഇവിടെ നിന്നുള്ള ജനപ്രതിനിധി എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. ചിലർ ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ അവർ ഏത് തരക്കാരാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും നല്ല ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. അതാണ് നമ്മൾ ചുരുക്കപ്പേരിൽ ബെമൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ കമ്പനികളുടെ ഗണന നിശ്ചയിക്കുന്നതിൽ കാറ്റഗറി 1 ഈ ബെമൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ബെമലിനെ ആ രീതിയിൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ BJP സർക്കാർ സ്വീകരിച്ച നിലപാട് അങ്ങനെ ശക്തിപ്പെടുത്താനല്ല. നല്ല നിലക്ക് നടന്നു പോകുന്നൊരു ഫാക്ടറി അതിന് സഹായം ചെയ്താൽ കൂടുതൽ നല്ല നിലയിലേക്ക് വളരുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ വളരുന്നതെല്ലാം സ്വകാര്യ മേഖലയുടെ കയ്യിലേക്ക് എത്തണമെന്ന താല്പര്യമാണ് BJPക്കുള്ളത്. അതിൻ്റെ ഭാഗമായി സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം തുടങ്ങി. 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 2017 ഇത്തരമൊരു ശ്രമം ആരംഭിച്ചു. അതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു വന്നു. ഇവിടെയും നല്ല രീതിയിലുള്ള പ്രതിഷേധം കനക്കുന്ന അവസ്ഥ വന്നു. നമ്മുടെ LDF സർക്കാർ അന്ന് ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനവും നൽകി. 2018 അന്നിവിടെ പാർലമെൻറ്റ് അംഗമായിരുന്ന MP രാജേഷിൻ്റെ അടക്കമുള്ള ഇടപെടൽ, അതിൻ്റെ എല്ലാം ഭാഗമായി തൽക്കാലം കേന്ദ്ര സർക്കാർ ആ നീക്കത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. 2018 ജനുവരി 3 അത്തരത്തിലൊരു മറുപടിയും പാർലമെൻറ്റിൽ സഖാവ് രാജേഷിന് അന്നത്തെ പ്രതിരോധ മന്ത്രി നൽകുകയും ചെയ്തു. പക്ഷേ അത് രണ്ടാമത്തെ ഊഴം വന്നപ്പോൾ മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. 2019 തെരഞ്ഞെടുപ്പ് വിജയം BJPക്ക് ലഭിച്ചപ്പോൾ RSS ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനുള്ള നീക്കമാണ് തുടങ്ങിയത്. ആ കൂട്ടത്തിൽ സ്വകാര്യവൽക്കരണം ബെമലിൻ്റെ കാര്യത്തിലും വേണമെന്ന നിലപാടിലേക്ക് അവരെത്തി.
അതിൻ്റെ ഭാഗമായി ബെമലിൻ്റെ 50,000 കോടി രൂപയുടെ ആസ്തി 2,000 കോടിക്ക് വിൽക്കാനാണ് നടപടികളായത്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ 54% കേന്ദ്ര സർക്കാർ ഓഹരി, അതിൽ 26% വിൽക്കാനും മാനേജ്മെൻറ്റ് അധികാരം ഉൾപ്പെടെ കൈമാറാനുമാണ് ടെൻഡർ നടപടിയുണ്ടായത്. ഇത് നല്ല ഉദ്ദേശത്തോടെയല്ല എന്നത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായി BJPക്ക്, കോൺഗ്രസ്സിന് എന്തെല്ലാം കിട്ടിയെന്നത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാലാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള നീക്കം, ബെമൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന സ്ഥാപനം, അത് സ്വകാര്യവൽക്കരിച്ചേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവാദങ്ങളും ഇപ്പോൾ ആ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾക്കെതിരെ മറ്റു ചില വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ സംസ്ഥാനത്തെ ഏൽപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനമായതാണ്. പക്ഷേ അനാവശ്യമായ ഒരു ഉടക്ക് ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു. അതിലൂടെ സ്വീകരിച്ച നിലപാട് അതിൻ്റെ സ്ഥലത്തിൻ്റെ വില സംസ്ഥാനം നൽകണമെന്ന്. എന്താ അതിൻ്റെ യഥാർത്ഥ ചിത്രം? സംസ്ഥാനം എടുത്തുകൊടുത്ത സ്ഥലമായത്. അപ്പോൾ സംസ്ഥാനം എടുത്തുകൊടുത്ത സ്ഥലം ആ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത്. അതിന് വില കിട്ടണം എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ലാത്തതാണ്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള BJP തന്നെ അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ തരത്തിലുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് പൊതുമേഖലയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അതിൽ ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് HNL. അത് പരസ്യമായ ലേല നടപടിയിൽ പങ്കെടുത്തുകൊണ്ടാണ്, സ്വകാര്യ മേഖലയുമായി മത്സരിച്ചാണ് അവസാനം സംസ്ഥാനത്തിന് കേരളത്തിലെ ആ യൂണിറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവിടെ കേരള പേപ്പർ പ്രോഡക്ട്സ് എന്ന പൊതുമേഖലാ കമ്പനി പ്രവർത്തിക്കുകയാണ്, വളരെ മെച്ചപ്പെട്ട രീതിയിൽ. നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന അവസാനം ആവശ്യപ്പെട്ടാലും അതിനൊന്നിനും സഹകരിക്കാത്ത നിലയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അവസാനം ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന ഉത്തരവ് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുന്ന നിലയായി. അതായത് പൂർണ്ണ സ്വകാര്യവൽക്കരണം. ഞങ്ങൾ കൈയൊഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ല എന്ന നിലയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയെക്കുറിച്ച് വലിയ തോതിലുള്ള ആക്ഷേപം പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ ഉയർത്തുകയുണ്ടായി. കേരളത്തിലെ സഹകരണ മേഖലയ്ക്കെതിരെ വലിയ വിപ്രതിപത്തി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമാണ് BJP. ഓർമ്മയില്ലേ, നോട്ട് നിരോധന കാലം
ആ കാലത്ത് സഹകരണ മേഖലയ്ക്കെതിരെ വൻപിച്ച പ്രചരണമായിരുന്നു ഇക്കൂട്ടർ അഴിച്ചുവിട്ടത്. എന്നാൽ സംസ്ഥാന സർക്കാർ സഹകരണ മേഖലയുടെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിനു വേണ്ടി ശക്തമായ നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കണം എന്ന നിർബന്ധത്തോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അടക്കം നീങ്ങിയത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ മേഖല വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ സാമ്പത്തിക മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാം. ദേശീയ പ്രസ്ഥാന കാലം മുതൽക്ക് പ്രവർത്തിച്ചു വരുന്ന സഹകരണ മേഖലയ്ക്ക് അതിൻ്റേതായ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നല്ല തോതിൽ അഭിവൃദ്ധിപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലാണ് ഓരോ സഹകരണ സ്ഥാപനവും എടുത്താൽ വലിയ തോതിൽ കോടാനുകോടികൾ നിക്ഷേപമായും വായ്പയായും നൽകി വരുന്ന സ്ഥാപനങ്ങൾ. അതൊന്നും ഒരു ദിവസം പെട്ടെന്നുണ്ടായതല്ല. ദീർഘകാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനങ്ങൾ ആർജിച്ച വിശ്വാസ്യതയുടെ ഭാഗമായാണ് അവയ്ക്കെല്ലാം ഈ രീതിയിൽ വളർന്നു വരാൻ കഴിഞ്ഞത്. ഈ സ്ഥാപനങ്ങളുടെ അവസ്ഥയെടുത്താൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അതിനു നേരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത്. അത് സഹകരണ വകുപ്പായാലും സർക്കാരായാലും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വിശ്വാസ്യത അതേ രീതിയിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി വന്ന് ഈ സഹകരണ മേഖലയാകെ CPIM കൊള്ളയടിക്കുകയാണ് എന്ന് പരസ്യമായി ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുടെ കണികയുണ്ടാവണ്ടേ? ഇവിടെ സഹകരണ മേഖലയിൽ എല്ലാ കക്ഷികളുമുണ്ട്. എല്ലാ കക്ഷികളും നേതൃത്വം വഹിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലക്ക് അഭിവൃദ്ധിപ്പെട്ടു പോകുന്നതിനുള്ള ശ്രമമാണ് എല്ലാ കാലത്തും സഹകരണ മേഖല നടത്തിയിട്ടുള്ളത്. അതിന് ഉത്തേജനം പകരുന്ന നടപടിയാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ എന്തോ സംസ്ഥാന മുഖ്യമന്ത്രി സഹകരണ മേഖലയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്ന് പ്രധാനമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇവിടെ ഗുജറാത്തിലെ സഹകരണ മേഖലയുടെ കാര്യം അദ്ദേഹത്തിന് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നയാളാണ്. എങ്ങനെ അവിടുത്തെ സഹകരണ മേഖല നീങ്ങുന്നു എന്നത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടാവുമല്ലോ. ഇവിടെ നമ്മുടെ രാജ്യം ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് ആശയത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വലിയ തോതിൽ വളർന്ന് സമ്പന്നമായ ഒരു സഹകരണ പ്രസ്ഥാനമാണ് ഗുജറാത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ BJP വന്നു, അവർക്ക് അധികാരം കിട്ടി. ആ അധികാരം കിട്ടിയതിന് ശേഷം ആ സഹകരണ മേഖലയുടെ അവസ്ഥ എന്തായി എന്നത് നരേന്ദ്രമോദിക്ക് അറിയാത്ത കാര്യമാണോ? അദ്ദേഹത്തിന് നല്ല നിശ്ചയം ഉണ്ടാകാനാണല്ലോ വഴി. ഇപ്പോൾ BJP ഭരണം അവിടെ തുടങ്ങുമ്പോൾ
ഗുജറാത്തിലെ ധന ഇടപാടിൻ്റെ 70% കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് സഹകരണ മേഖലയായിരുന്നു. അത്രമാത്രം ശക്തമായ സഹകരണ മേഖലയാണ് ഗുജറാത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത് ആ 70-ലില്ല, ഇപ്പോൾ 25% കുറഞ്ഞു. എന്തേ ഇത്തരമൊരു ഇടിവ് വരാൻ കാരണം? സഹകരണ മേഖലയിലുണ്ടായിരുന്ന ബാങ്കുകളിൽ 40 എണ്ണമാണ് പാപ്പരായിപ്പോയത് ഗുജറാത്ത് സംസ്ഥാനത്ത്. എന്തേ അത് പാപ്പരാകാൻ കാരണം? 8 എണ്ണം പൂർണ്ണമായി അടച്ചുപൂട്ടുന്ന നില വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമ്മുടെ ജില്ലാ ബാങ്കുകൾക്ക് സമാനമായ അവിടെയും ജില്ലാ ബാങ്കുണ്ട്, അവിടെയുള്ള ജില്ലാ ബാങ്കിന് സമാനമായ പഞ്ചമഹൽ ബാങ്ക് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി തകർന്നുപോയി. എന്തേ അങ്ങനെ വരാൻ കാര്യം? അവിടെ ഉണ്ടായിരുന്ന ബിഷ് നഗർ ബാങ്ക്, അത് BJPയുടെ നേതൃത്വത്തിലായിരുന്നില്ല, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു, അതും പൂർണ്ണമായി തകർന്നു. ഇതൊക്കെ കേരളത്തിലെ LDF ആണോ ഉത്തരവാദി? എന്താണ് നിങ്ങൾ അവിടെ ചെയ്തിരുന്നത്? നിങ്ങൾ ആ സഹകരണ മേഖലയെ സംരക്ഷിക്കുകയാണോ ചെയ്ത്? അതിനെ തകർക്കുന്നതിന് നടപടിയെടുക്കുകയാണോ ചെയ്ത്? ഗുജറാത്തിലെ സഹകരണ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് റിസർവ് ബാങ്ക് കണ്ടത്. അതിൻ്റെ ഭാഗമായി റിസർവ് ബാങ്ക് കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ കേസെടുക്കാനോ എന്തെങ്കിലും നടപടിയെടുക്കാനോ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അവിടെ തയ്യാറായില്ല. അവിടെ ഒരു EDയും ചെന്നതായിട്ട് ആർക്കും അറിയില്ല. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയും അങ്ങോട്ട് പോയില്ല. അക്കാലത്ത് അഹമ്മദാബാദ് ജില്ലാ ബാങ്കിൻ്റെ ചെയർമാൻ അവിടുത്തെ MLA ആയിരുന്നല്ലോ. അതാരായിരുന്നുവെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ? നരേന്ദ്രമോദിക്ക് അറിയില്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നില്ലേ അത്? ഇത് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ഗുജറാത്തിൽ മുച്ചൂടും നശിപ്പിക്കുന്ന നിലപാടല്ലേ BJP അവിടെ സ്വീകരിച്ചത്? അവരാണോ ഒരു സംസ്ഥാനത്തെ സഹകരണ മേഖലയെ നശിപ്പിച്ചതിൻ്റെ മാതൃകയായി നിലകൊള്ളുന്നവരാണോ കേരളത്തിൽ വന്നിട്ട് ഞങ്ങളാണ് യഥാർത്ഥ സഹകരണ പ്രേമത്തിൻ്റെ ആൾക്കാർ എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത്? ഇവിടെ 16,255 സഹകരണ സംഘങ്ങളിൽ ആകെ ചില ക്രമക്കേടുകൾ എന്ന് പറയുന്നത് 1.5%. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെ കേരളത്തിലെ സഹകരണ മേഖല ആകെ തകർന്നു എന്നൊരു ചിത്രം വരച്ചു കാട്ടാൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ശ്രമിക്കുന്നത് ഭൂഷണമായിട്ടുള്ളതല്ല. അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. ഇവിടെ കഴിഞ്ഞ 8 വർഷത്തെ അനുഭവമെടുത്താൽ നമ്മുടെ രാജ്യത്തെ വൻകിട കുത്തകകളെടുത്ത 14.5 ലക്ഷം കോടി രൂപയാണ്, ആ വായ്പയാണ് കിട്ടാക്കടം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളിയത്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം കോർപ്പറേറ്റുകളെ, വൻകിടക്കാരെ എങ്ങനെയെല്ലാം സഹായിക്കുന്നതാണ് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും പണം കൊള്ളയടിച്ച് അതിന് കൂട്ടുനിൽക്കുന്ന നില സ്വീകരിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ
കരുവന്നൂർ ബാങ്കിനെക്കുറിച്ച് വല്ലാതെ വേവലാതിപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചല്ലോ. കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചത് സംസ്ഥാന സർക്കാരാണ്. അതിനപ്പുറം ഒരു കാര്യവും ഇവിടെ വന്ന ഇ ഡിക്ക് കണ്ടെത്താനുമായിട്ടില്ല. അതാണ് വസ്തുത. അതായത് തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ആ നടപടി കൃത്യമായി എടുത്തു പോകും. അതേസമയം സഹകരണ മേഖല തകർന്നു പോകരുത്, അതിൻ്റെ വിശ്വാസ്യത നിലനിർത്തണം. അതിനുതകുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. അത് ബാംഗ്ലൂരിലെ ശ്രീ ഗുരു രാഘവേന്ദ്ര സഹകരണ ബാങ്ക്. അത് ആരാ നേതൃത്വം കൊടുക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാമായിരിക്കുമല്ലോ. BJP നേതാക്കളാണല്ലോ. ഈ ശ്രീ ഗുരു രാഘവേന്ദ്ര സഹകരണ ബാങ്കിൽ വൻ കൊള്ളയാണ് നടന്നത്. എന്തേ അതിനെക്കുറിച്ച് പൂർണ്ണ നിശബ്ദത? ഒരനക്കവും ഒരു ഭാഗത്തുനിന്നും കാണുന്നില്ലാലോ. എത്രയാ കൊള്ള? 2500 കോടി രൂപയുടെ വെട്ടിപ്പ് ഒരു ബാങ്കിൻ്റെ കാര്യത്തിൽ നടന്നതാണിത്. അവിടെയുള്ള ഈ ബാങ്കിൻ്റെ കാര്യത്തിൽ അവിടെ 2020 തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രമക്കേട് കണ്ടെത്തി. BJP-ക്കാർ ഭരിച്ചപ്പോൾ ആ ക്രമക്കേടിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. പൂർണ്ണ സംരക്ഷണം ക്രമക്കേട് നടത്തിയവർക്ക്. ബാംഗ്ലൂർ അവിടെയുള്ള ഒരു MP-യും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് അവിടുത്തെ BJP-ക്കാർ തന്നെയാണ്, മറ്റാരുമല്ല. ഇതിനകത്ത് ഉൾപ്പെട്ടവർ MP-യും കുടുംബവുമാണെന്ന്. കഴിഞ്ഞ ദിവസം നിക്ഷേപകർ ആ MP-യെ വളഞ്ഞിട്ടു. അവസാനം അദ്ദേഹത്തിന് ഒളിച്ചോടേണ്ടി വന്നു. ഇതും നാട്ടിൽ നടന്ന കാര്യമാണ്. എന്താണ് അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നത്? അവിടെ ED എന്താണ് ചെയ്തത്? CBI അന്വേഷണത്തിന് ഇപ്പോഴത്തെ കർണാടക സർക്കാർ ഉത്തരവിട്ടല്ലോ. അതേക്കുറിച്ച് എന്താണ് മിണ്ടാത്തത്? ഇപ്പം ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ലോകത്തിന് മാതൃകയായി നിലകൊള്ളുന്ന ഒരു സഹകരണ മേഖലയാണ് കേരളത്തിലെ സഹകരണ മേഖല എന്ന്. ആ സഹകരണ മേഖലയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമാണ് ബോധപൂർവം ഇവിടെ വന്ന് പ്രധാനമന്ത്രി നടത്തിയത്. അതേസമയം ഗുജറാത്തിലെ സഹകരണ മേഖലയെ തകർത്തതിനെപ്പറ്റി അനങ്ങുന്നില്ല. നമ്മുടെ തൊട്ടുള്ള കർണാടകയിലെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഗുരു രാഘവേന്ദ്ര സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് പൂർണ്ണ നിശബ്ദത. അപ്പോൾ ഹിമാലയൻ വെട്ടിപ്പിനെക്കുറിച്ച് അനക്കമില്ല. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി നാടിന് ഏതെല്ലാം തരത്തിൽ കുറ്റം ചാർത്താൻ പറ്റുമെന്നാണ് ഇവിടെ വന്ന് ശ്രമം നടത്തിയത്. അതിൻ്റെ കൂടെ കുറേ വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇവിടെ നൽകിയിട്ടുള്ളത്? നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖല എല്ലാവരും സമ്മതിക്കുന്നൊരു മേഖലയാണല്ലോ. ആ ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമുക്ക് നൽകിയോ? ഇതേവരെ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തോ? നമ്മൾ സ്ഥലം ഇവിടെ കോച്ച് ഫാക്ടറിക്ക് എടുത്തിട്ടതുപോലെ സ്ഥലം എടുത്തിട്ടിരിക്കുകയാണല്ലോ. സ്ഥലമെടുത്തിട്ടത് നിങ്ങൾ സ്ഥലമെടുത്തിട്ട് പറ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്. എത്ര വർഷമായി? പ്രധാനമന്ത്രി നിങ്ങളുടെ അടുത്ത് എത്ര വട്ടം വന്ന് ഞങ്ങൾ സംസാരിച്ചു?
എന്തേ കേരളത്തിന് അർഹതയില്ലേ? ഏതെങ്കിലും തരത്തിൽ എയിംസിന് പരിഗണിക്കാൻ പറ്റാത്ത ഒരു നാടായി കേരളം മാറിയിട്ടുണ്ടോ? അപ്പോൾ കേരളത്തോട് പ്രത്യേക വിപ്രതിപത്തിയാണ് നിങ്ങൾക്ക്. ഒരുതരം വിരോധപരമായ സമീപനമാണ്. ഇപ്പോൾ നിങ്ങൾ അതിവേഗ റെയിലിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ കേരളത്തിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാനാണല്ലോ ഇവിടെ റെയിൽ പ്രത്യേക ട്രാക്ക് വേണം. കാരണം നമ്മളെ ട്രാക്കിലൂടെ അതിവേഗതയിലൊന്നും ഓടാൻ കഴിയില്ല. അതിന് പ്രത്യേക ട്രാക്കും പ്രത്യേക ട്രെയിനും ഓടണം. അതിനുള്ള നിർദ്ദേശമാണ് കേരള സർക്കാർ സമർപ്പിച്ചത്. പക്ഷേ റെയിൽവേ കാര്യമാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാൻ തയ്യാറല്ല. നിങ്ങളെ കയ്യിലല്ലേ ഫയൽ കിടക്കുന്നത്? എത്ര വട്ടം നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വന്നു, നിങ്ങൾ അനങ്ങിയോ? നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ കയ്യിലാണ് ഫയൽ, ഇനി നിങ്ങൾ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ തുടരാം, അതുവരെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു കേരളത്തിന് അതിവേഗ റെയിലാണ് ആവശ്യം, ബുള്ളറ്റ് ട്രെയിൻ. അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ആ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകേണ്ടതായിരുന്നു. ഞങ്ങൾ പറഞ്ഞ അർദ്ധ അതിവേഗമല്ല, അതിവേഗമാണെന്ന് പറയുമ്പോൾ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? അത് ഞാനിപ്പോൾ പരസ്യമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ല. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യായിരുന്നല്ലോ. നിങ്ങൾ ആ ചർച്ചയ്ക്ക് തയ്യാറായോ? നിങ്ങൾ കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാനല്ലല്ലോ തയ്യാറായത്. ഇതുപോലുള്ള കാര്യങ്ങളല്ലേ നാടിൻ്റെ മുന്നിലുള്ളത്? നമ്മുടെ നാടിൻ്റെ ഏത് പ്രശ്നത്തിലാണ് BJP ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ഈ നാടിന് ഏതെല്ലാം തരത്തിലുള്ള വിഷമങ്ങൾ നേരിടേണ്ടി വന്നു, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായി. നിങ്ങൾ നാടിനെ വികസിപ്പിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ആ വികസിപ്പിക്കുമെന്ന് പറയുന്ന ഈ നാട് വലിയ പ്രയാസം അനുഭവിച്ചപ്പോൾ ആ ഘട്ടത്തിലല്ലേ നിങ്ങൾ സഹായിക്കേണ്ടിയിരുന്നത്? സഹായിച്ചോ? നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മളെ നാടിനെ അങ്ങ് തകർത്തെറിയുകയായിരുന്നല്ലോ. ഇനി രക്ഷപ്പെടുമോ എന്നുള്ള സംശയം എല്ലാവർക്കും. ആ ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്താണ്? തുടർന്ന് അതിരൂക്ഷമായ കാലവർഷക്കെടുതി. ഒന്ന്, ശ്വാസം കഴിക്കാൻ നേരം കിട്ടുന്നതിന് മുൻപ് കോവിഡ് മഹാമാരി, ഒരു ഘട്ടത്തിൽ നിപ്പ, വേറൊരു ഘട്ടത്തിൽ ഓഖി, എന്തെല്ലാം. ഈ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്തിന് അത്തരമൊരു ദുർഗതി അനുഭവിക്കേണ്ടി വന്നോ? അത്തരമൊരു ദുർഘട ഘട്ടത്തിലല്ലേ നിങ്ങൾ സഹായിക്കേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കേണ്ടത്? അതൊരു ഔദാര്യമല്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനത്തിൻ്റെ അവകാശമല്ലേ? നിങ്ങൾ സഹായിച്ചോ? സഹായിച്ചില്ലല്ലോ. സഹായിക്കാൻ തയ്യാറായി ചിലർ മുന്നോട്ട് വന്നല്ലോ, ചില രാഷ്ട്രങ്ങൾ. നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്താ? പാടില്ല, ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല. നിങ്ങൾ സഹായം സ്വീകരിച്ചയാളല്ലേ. നിങ്ങൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അന്താരാഷ്ട്ര സഹായം സ്വീകരിച്ച നാടല്ലേ ഗുജറാത്ത്. നിങ്ങൾക്കാകാമായിരുന്നത് കേരളത്തിന് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ന്യായം എന്താണ്? അതല്ലേ നിങ്ങൾ സ്വീകരിച്ച നിലപാട്? എന്താണ് നിങ്ങൾക്ക് കേരളത്തോട് ഇത്ര വലിയ വിരോധം? ഞങ്ങളെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്ത്, ആ രാജ്യങ്ങളിൽ നിന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ചില സഹായം സ്വരൂപിക്കാൻ പറ്റൂ, മന്ത്രിമാരാരെങ്കിലും വന്നാൽ അതിനൊരു ബലമാകും. ഞങ്ങൾ ആലോചിച്ചു, അത് ശരിയാണല്ലോ, എന്നാൽ മന്ത്രി അയക്കാമെന്ന് വെച്ചു. ഓരോ സ്ഥലത്ത് ഓരോ മന്ത്രിയെ നിശ്ചയിച്ചു. പക്ഷേ മന്ത്രിക്ക് പോകണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. കേന്ദ്രത്തോട് ചോദിച്ചു, നിഷേധിച്ചു. എന്ത് മനോഭാവമാണത്? രക്ഷപ്പെടരുത് എന്ന മനോഭാവം തന്നെ. നിങ്ങളോ ചെയ്യില്ല, മറ്റു തരത്തിലും സഹായം കിട്ടാൻ പാടില്ല, രക്ഷപ്പെടരുത്. എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് കാണട്ടെ എന്നാണ്. ഇതല്ലേ നമ്മുടെ അനുഭവം? ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ സഹായിച്ചോ വേണ്ട രീതിയിൽ? ഇവിടെ
നാം ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 കേരളത്തിൽ നിന്ന് UDF എംപിമാരാണല്ലോ കൂടുതൽ പോയത്. കൂടുതലല്ല, കനത്ത വിജയം. LDFന് വലിയ തിരിച്ചടി. അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ ഉള്ള എംപിമാരുടെ എണ്ണം അവസാനം നോക്കിയാൽ LDFൻ്റെ കൂടെ 2, ആലപ്പുഴയിലും കോട്ടയത്തുള്ള എംപിമാർ, 18 പേര് UDFൻ്റെ കൂടെ. ഈ 18 അംഗ സംഘത്തെ തിരഞ്ഞെടുത്തയച്ച നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്കും ജനങ്ങൾക്കും ഈ 5 വർഷക്കാലം ഏതെല്ലാം ഘട്ടങ്ങളിലാണ് കടുത്ത മനോവേദന അനുഭവിക്കേണ്ടി വന്നത്? കാരണം അവർ കേരളത്തെ എല്ലാവരും പ്രതിനിധീകരിച്ചത്. കേരളത്തെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ശബ്ദമായിട്ട് അവിടെ ഉയരണ്ടേ? ഉയർന്നോ? ഓ, ഇവരെയാണല്ലോ ഞങ്ങൾ അയച്ചത് എന്ന് വേദനിക്കുന്ന ഒരുപാട് ഘട്ടമുണ്ടായില്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടങ്ങൾ, മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികൾ, ഞാൻ എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. 2019 BJP ഗവൺമെൻറ് 2ാം ഊഴം നേടി അതിൻ്റെ ഉടനെ നടന്ന കാര്യമാണ് പൗരത്വ നിയമ ഭേദഗതി. രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ആ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ എവിടെയായിരുന്നു ഈ 18 അംഗ സംഘം? ഈ 18 അംഗ സംഘത്തിലെ കോൺഗ്രസ് എംപിമാരിൽ പലരും അന്ന് അവരുടെ പ്രസിഡന്റിൻ്റെ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു. കടുത്ത പ്രതിഷേധം ഡൽഹിയിൽ നടക്കുന്നു. അതാണ് വസ്തുത. അതല്ലേ ഉണ്ടായത്? ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ, സീതാറാം യെച്ചൂരി, D. രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ ഒരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ടവർ. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും കണ്ടോ? എംപിമാർ പലരും അവിടെ ഉണ്ടായി. ഇവിടുത്തെ എംപിമാരെ ആരെയെങ്കിലും കണ്ടോ? ഇതല്ലേ ഈ 18 അംഗ സംഘത്തെ കണ്ടോ? ജനുവരിയിൽ പ്രതിഷേധം കനത്തു. ആ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സംഘപരിവാറുകാർ രംഗത്തിറങ്ങി. അപ്പോൾ ഇരകളോടൊപ്പം നിൽക്കാൻ ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളും ഓടിയെത്തി. കണ്ടോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ? ഇവിടുന്ന് പോയ 18 അംഗ സംഘത്തിൽ ആരെയെങ്കിലും കണ്ടോ? രാഹുൽ ഗാന്ധിക്ക് വലിയ പരാതി. ഇവിടെ കോൺഗ്രസിനെ പറ്റി പറയുന്നു. എങ്ങനെ പറയാതിരിക്കും? ഞങ്ങൾ പറയുന്നത് ഈ ഭാഗം വസ്തുതയല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറ. കേരളത്തിലുണ്ടല്ലോ ഇന്ന സ്ഥലത്ത് ഇന്നയാള് അത് കോൺഗ്രസ് ആയിരുന്നു എന്ന് പറ. ഇതേവരെ പറയുന്നില്ലല്ലോ. എന്തേ നിങ്ങളങ്ങനെ മാറി നിൽക്കാൻ കാരണം? ഇവിടെ എല്ലാ പരിപാടിയിലും ഒരു ഘട്ടം വരെ അസംബ്ലിയിൽ പൗരത്വ നിയമ ഭേദഗതി പ്രമേയം പിൻവലിക്കണമെന്ന പ്രമേയം വരെ പാസ്സാക്കുന്നതിന് ഒപ്പം നിന്ന പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും പിന്നെ കണ്ടതെന്താ? കോൺഗ്രസ് അതിനെ തള്ളിപ്പറയുന്നു. ഇനി ഞങ്ങൾ ഒരു പ്രതിഷേധ പരിപാടിയിലും സംയുക്തമായി പങ്കെടുക്കില്ല എന്ന് പറയുന്നു. എന്താ കാരണം? കാരണം ഞങ്ങൾ പറയുന്നു, ശരിയല്ലെങ്കിൽ അവർ പറയട്ടെ. കാരണം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു, നിങ്ങൾ ഇനി മുന്നോട്ട് പോകരുത്. കാരണം എവിടെയും കോൺഗ്രസ് സഹകരിക്കുന്നില്ല. ഇവിടെ പ്രതിഷേധത്തിൽ നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് ഇവിടുത്തെ കോൺഗ്രസിന് നിങ്ങൾ നിർദ്ദേശം നൽകിയില്ലേ? ഇല്ലെങ്കിൽ പറ. രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടല്ലോ, പറയൂ, ഞങ്ങൾ നിർദ്ദേശം നൽകിയില്ല, ഇവിടെ അങ്ങനെ തീരുമാനിച്ചതാണ്, അവർ തീരുമാനിച്ചതാണ് എന്ന് പറയൂ. ഇതല്ലേ വസ്തുത? പോട്ടെ, അതെല്ലാം 4 വർഷം മുൻപുള്ള കാര്യം. ഇപ്പോഴോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൗരത്വ നിയമ ഭേദഗതി
റദ്ദ് ചെയ്യും, കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞോ കോൺഗ്രസ്? എന്തേ കോൺഗ്രസിന് പറയാൻ പറ്റാത്തത്? ഇതല്ലേ വസ്തുത. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് വിമർശിക്കുന്നതിലാണ് പ്രധാന പരാതി. അദ്ദേഹത്തിൻ്റെ പേരെവിടെയാണ് പരാമർശിച്ചത്? അദ്ദേഹം രാജ്യത്തൊരു യാത്ര നടത്തി. ആ യാത്രയുടെ ഘട്ടത്തിൽ എല്ലാ വിഷയവും സംസാരിച്ചു. ഇത് മാത്രം സംസാരിച്ചില്ല. പൗരത്വ നിയമ ഭേദഗതി എന്ന ഒന്നിനെപ്പറ്റി അദ്ദേഹം അറിഞ്ഞതേയില്ല. എന്തേ അങ്ങനെ വരാൻ കാരണം? നിങ്ങൾ കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ വരുമ്പോഴെങ്കിലും പ്രതികരിക്കുന്നു ആൾ പ്രതീക്ഷിച്ചു. വയനാട്ടിലെത്തി, നിങ്ങൾ പ്രതികരിച്ചോ? ഇന്നലെ മലപ്പുറത്ത് നിങ്ങളുണ്ടായി, പ്രതികരിച്ചോ? ഈ കാര്യത്തിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതാരുടെ അജണ്ട? ആ അജണ്ട RSSന്റെ അജണ്ട. ആ അജണ്ടയോടൊപ്പം സംഘപരിവാർ മനസ്സുകാരെല്ലാം. നിങ്ങൾക്കെങ്ങനെ സംഘപരിവാർ മനസ്സ് വന്നു? നിങ്ങൾ സംഘപരിവാർ മനസ്സിനോടൊപ്പം നിൽക്കുകയല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ഈ 18-അംഗ സംഘം, നമ്മൾ ഇവിടുന്ന് പോയ ആ 18-അംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ ആരെങ്കിലും? ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം. എന്തെല്ലാം അനുഭവങ്ങൾ! മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന നിരവധി ഘട്ടങ്ങൾ പാർലമെന്റിൽ. ശബ്ദമില്ല. അവരെല്ലാം സംഘപരിവാർ മനസ്സിനോടൊപ്പം. ഞങ്ങൾ വെറുതെ പറയുന്നതല്ലോ. ജമ്മുകാശ്മീർ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു, സംസ്ഥാനം അല്ലാതാക്കി, ആ സംസ്ഥാനത്തെ കഷ്ണങ്ങളാക്കി വിഭജിച്ചു. ഈ 18-അംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ? കോൺഗ്രസിന്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നോ? ആ അജണ്ട RSSന്റെ അജണ്ട അതല്ലേ നടപ്പായത്? എന്തെങ്കിലും കനത്ത പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉയർന്നോ? ഇവിടെ നമ്മുടെ ചില നിയമനിർമ്മാണങ്ങൾ, NIA ഭേദഗതി, 6 പേരാണ് അതിനെതിരെ വോട്ട് ചെയ്യാനുണ്ടായത്. ആ 6-ൽ ഒരാൾ ആലപ്പുഴയിലെ ആരിഫ്. എവിടെ പോയി നമ്മുടെ 18-അംഗ സംഘം? ഇതെല്ലാമല്ലേ അനുഭവം. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു കരിനിയമമാണ് UAPA. കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതി കൊണ്ടുവന്നു. അതിനും കോൺഗ്രസ് കൂട്ട്. ആർക്ക്? BJPക്ക്. ഇതെല്ലാമല്ലേ നമ്മുടെ അനുഭവം. കേരളത്തിനെ അവഗണിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എവിടെയെങ്കിലും ഉണ്ടായോ ഈ 18-അംഗ സംഘം? കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? ഈ കേരളത്തെയല്ലേ അവർ പ്രതിനിധീകരിക്കുന്നത്. നമ്മെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവണ്ടേ? ശബ്ദിച്ചോ? ഒരനുഭവം പങ്കിടാം. സർക്കാർ MP-മാരുടെ കോൺഫറൻസ് വിളിക്കും. ആ കോൺഫറൻസിൽ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം. ഇതാണ് ഇപ്പോഴത്തെ നില. കണക്കുകളെല്ലാം അവതരിപ്പിച്ചു. എല്ലാവരും സമ്മതിച്ചു. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറായില്ല. രണ്ടാമതും ഇത് ആവർത്തിച്ചു. രണ്ടാമത്തെ തവണ അവർ പറഞ്ഞു, നിവേദനത്തിൽ ഒപ്പിടാം, പക്ഷെ ഒരു വാചകം എഴുതണം. എന്താ അത്? കേരളത്തിലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം ഇടയാക്കിയതെന്ന് എഴുതണം. എങ്ങനെയുണ്ട്? കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന, കേരളത്തിൻ്റെ നേരെയുള്ള കേന്ദ്രത്തിൻ്റെ വിവേചനം, ഇതിനെതിരെയാണ് നിവേദനം. ആ നിവേദനത്തിൽ ആദ്യം തന്നെ എഴുതുക, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന്. ഇതിൽ പരം കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം ഇവിടെ BJPക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പോലും നിൽക്കാൻ പറ്റുമോ?
അതല്ലേ വസ്തുത? ഇവരത്ര കണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു, ഇവരത്ര കണ്ട് കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്നു. നമ്മുടെ നാടിൻ്റെ വികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതല്ലേ? നമ്മൾ ഗതിമുട്ടി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവിടെ സുപ്രീം കോടതി അത് നല്ല നിലക്കെടുത്തു. നിങ്ങൾ രണ്ട് ഗവൺമെൻറ്റുകളല്ലേ, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കല്ലേ വേണ്ടത്, ചർച്ച ചെയ്യൂ. ചർച്ച നടന്നു. കേന്ദ്ര ഗവൺമെൻറ് മുട്ടാപ്പോക്ക് നില തന്നെ. നിങ്ങൾ ഹർജി പിൻവലിച്ചാൽ മാത്രമേ, സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചാൽ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. എല്ലാ കാര്യവും സുപ്രീം കോടതിയുടെ മുൻപാകെ പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി എന്താണിത്? കേരളത്തിന് അർഹതപ്പെട്ട 13,000 കോടിയിൽ പരം രൂപ നിങ്ങൾ തടഞ്ഞു വെക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? അതാദ്യം കൊടുക്കൂ. നോക്കണം, ഇതൊരു ഔദാര്യമല്ല. കേരളത്തിന് അർഹതപ്പെട്ട പണം അത് അനുവദിച്ച് കിട്ടുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. പിന്നെ കേസ് കേൾക്കുകയാണ്. ഇപ്പം പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞു കേരള ഗവൺമെൻറ്റിനെതിരെയാണ് സുപ്രീം കോടതി വിധി. അതൊരു പുതിയ വ്യാഖ്യാനമാണ്. എന്താ സംഭവിച്ചത്? സുപ്രീം കോടതി വിശദമായ വാദത്തിലേക്ക് കടന്നു, കേട്ടു. സുപ്രീം കോടതി പറഞ്ഞു ഇത് അതീവ ഗൗരവമായ കേസാണ്. ഞങ്ങൾ സുപ്രീം കോടതി ഇതേവരെ കടക്കാത്തൊരു മേഖലയിലെ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതാണ് സാമ്പത്തിക ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനമാണ് എന്ന സംസ്ഥാനത്തിൻ്റെ പരാതി. ഞങ്ങൾ ഇതേവരെ ഈ മേഖലയിൽ കടന്നിട്ടില്ല. സുപ്രീം കോടതി ഒരു നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. അതിനായി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണത്. ദേശീയ തലത്തൊരു പ്രധാന വിഷയമായി മാറി. ഇതിലെപ്പോഴെങ്കിലും നമ്മുടെ 18 അംഗ സംഘം കേരളത്തിൻ്റെ ഭാഗമായി നിന്ന് ശബ്ദിച്ചോ? എല്ലാ ഘട്ടത്തിലും BJP സർക്കാരിൻ്റെ കൂടെയായിരുന്നു. BJPയോ കേരള വിരുദ്ധ സമീപനം, ഇവരും അതിനോട് ചേർന്ന് കേരള വിരുദ്ധ സമീപനം. കേരളത്തിനാകെ ഇത് മനസ്സിലായിരിക്കുന്നു, ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരോടുള്ള പ്രത്യേക വികാരം ഇന്ന് കേരളത്തിലാകെ ഉയർന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം പരിശോധിച്ചാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും, എല്ലാം എന്ന് പറയുന്നത് എല്ലാം തന്നെയാണ്, എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗം ഇതിൻ്റെ ഭാഗമായി അലയടിച്ചുയരുന്നുവെന്നാണ് കാണാൻ കഴിയുക. ആ ഘട്ടത്തിലാണ് ഞങ്ങളിവിടെ സഖാവ് വിജയരാഘവനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. സഖാവ് വിജയരാഘവനെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന രാഷ്ട്രീയ നേതാവാണ്. നിങ്ങൾ നല്ല രീതിയിൽ നെഞ്ചേറ്റിയ ഒരു സ്ഥാനാർത്ഥിത്വമാണ് വിജയരാഘവൻ്റേത് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം ഭംഗിയായി നിറവേറ്റിയ നല്ല പാരമ്പര്യമാണ് സഖാവ് വിജയരാഘവനുള്ളത്. എല്ലാ കാര്യത്തിലും അർപ്പണബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. പാവപ്പെട്ടവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹമെന്ന് എല്ലാവർക്കും അറിയാം. മറ്റൊരു പ്രത്യേകത, നിലപാടിലുള്ള തെളിമ, ആശയത്തിലുള്ള വ്യക്തത. ഇതിൽ ഒരു തരത്തിലുള്ള മങ്ങിപ്പുമുണ്ടാവില്ല. നല്ല ആശയവ്യക്തതയോടെയും നല്ല നിലപാടിൽ തെളിമയോടെയും എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയും. അത് ദേശീയ പ്രശ്നങ്ങളായാലും സംസ്ഥാന പ്രശ്നങ്ങളായാലും നമ്മുടെ പാലക്കാട് മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും ഏത് പ്രശ്നങ്ങളിലും നല്ല വ്യക്തതയോടെ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് വിജയരാഘവനെ വലിയ ഭൂരിപക്ഷത്തോടെ പാലക്കാടിൻ്റെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.
LDF സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ CD ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി A. വിജയരാഘവന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആനൂർക്കാവ് കണാശ്ശേരി ശ്രീ പാർവതി സഖാവ് പിണറായിയുടെ ചിത്രം നൂലിൽ വരച്ചത് സമ്മാനിക്കും. സ്ഥാനാർത്ഥി 2 വാക്ക് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് നേതാക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഈ സായാഹ്നത്തിൽ സമകാല രാഷ്ട്രീയ സംഭവങ്ങളിലെ നമ്മുടെ വ്യക്തമായ നിലപാടുകൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ സമാഗതനായ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി കാലികമായ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പ്രാധാന്യവും വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുമായി കൂട്ടിച്ചേർത്ത് ഒന്നും തന്നെ ഇനി പറയേണ്ടതില്ല. നിങ്ങളെല്ലാവരും 26-ാം തീയതി രാവിലെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി പോയി പോളിംഗ് ബൂത്തിലെത്തി ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഹായിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പാലക്കാട് ഒരുപാട് സാധ്യതകളുള്ള ഒരു നാടാണ്. നല്ല മനുഷ്യരും നല്ല സാധ്യതകളുമുള്ള പാലക്കാടിൻ്റെ എല്ലാ വികസന സാധ്യതകളുടെയും പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മുന്നിലായി ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അകലമില്ലാത്ത സൗഹൃദമായി, അടുപ്പത്തിൻ്റെ നന്മയായി, കാരുണ്യത്തിൻ്റെ രൂപമായി നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും എല്ലാ നിലയിലും സഹകരിക്കുന്ന ഒരാളായി ഉണ്ടാവും. നിങ്ങൾ വെളിപ്പാടകലെയുള്ള ജനപ്രതിനിധിയായി ഉണ്ടാകുമെന്ന് ഉറപ്പുകൂടി നൽകി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി CPIM ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് TK നൗഷാദിനെ ക്ഷണിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, LDF സ്ഥാനാർത്ഥി സഖാവ് വിജയരാഘവൻ സഖാവിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി നടത്തിയ ഈ മഹാറാലിയിൽ പങ്കെടുത്ത